ഭിന്നശേഷി ജീവിതം സാമൂഹ്യ നോട്ടങ്ങളുടെ വൈകല്യം എന്ന വിഷയത്തിലാണ് ഇന്ന് നമ്മൾ ഈ സെഷനിൽ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ എവിടെയും നടന്നിട്ടുള്ള ചർച്ചകളിൽ ഭിന്നശേഷി ജീവിതത്തെ ഒരു കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ നിന്നോ ഒരു സിമ്പതിയുടെ ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റിയുടെ ഗ്രൗണ്ടിൽ നിന്നോ ഒക്കെ ചർച്ച ചെയ്ത കാലമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നാൽ ഇന്ന് വളരെ കൃത്യമായി മനുഷ്യാവകാശങ്ങളുടെ തുല്യത ഉറപ്പാക്കുക എന്ന നിലയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ ചർച്ച നടത്തുന്നത്. ഒരുപക്ഷെ നമ്മളിതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഭിന്നശേഷി സൗഹൃദമായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിൽ കുറേയേറെ മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഇന്ത്യയിലും വളരെ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഭിന്നശേഷി ജീവിതവുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ നേരിടുന്ന പരിമിതികൾ നേരിടുന്ന മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മളിപ്പോഴും എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു ചർച്ചയാണ് ഈ സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇന്ന് ഈ സെഷനിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത്. ഡോക്ടർ രതീഷ് കാളിയാടൻ ഒരു അക്കാഡമിഷ്യൻ എന്ന നിലയിൽ, ഒരു ഗവേഷകൻ എന്ന നിലയിൽ, SCERTയുടെ കരിക്കുലം കമ്മിറ്റി മെമ്പർ എന്ന രൂപത്തിലൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടൽ നടത്തിയ ഒരു അക്കാഡമിഷ്യനാണ്. ഡോക്ടർ റോഷൻ ബിജ്ലി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ CRCകളിലൊന്നായ കോഴിക്കോട് CRCയുടെ ഡയറക്ടറാണ്. ഒരുപക്ഷെ ഏറ്റവും ആദ്യം ഭിന്നശേഷി ആളുകളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുള്ളത് കേരളമാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ച ഡോക്ടർ റോഷൻ ബിജ്ലി ഈ സെഷനിൽ പങ്കെടുക്കുന്നു. ഒപ്പം സഫ്രീന ഹഫത്ത്. എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു പാരൻ്റ് എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ സഫ്രീന നോക്കിക്കാണുന്നത്. അതേപോലെ ഹബീബ് സാറ് അകക്കണ്ണിൻ്റെ തെളിമയോടുകൂടി ഈ ലോകത്തെ നോക്കിക്കണ്ട ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുള്ള ഡോക്ടർ ഹബീബ് സാറ് ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭിന്നശേഷി ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തുമ്പോൾ, വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുമ്പോൾ നമുക്കതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഭിന്നശേഷിക്കാരായ ആളുകളുടെ ഒരു മനുഷ്യരായി തന്നെ പരിഗണിക്കാത്ത ഒരു ചരിത്രവും ലോകത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു സബ് ഹ്യൂമൻ ലെവലിലേക്ക് ഈ വിഷയത്തെ കണ്ട ഒരു ചരിത്രം ഇപ്പം നമ്മൾ ഇത്രയും വികാസം പ്രാപിച്ചു എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ ഒരു ചരിത്രവും ലോകത്തിന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ചരിത്ര വസ്തുതകളിലേക്ക് നമുക്ക് ഡോക്ടർ രതീഷ് കാളിയാടനിലൂടെ പോകാം. സ്നേഹമുള്ളവരെ, ഭിന്നശേഷി ജീവിതത്തിൻ്റെ സാമൂഹ്യ നോട്ടത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ പശ്ചാത്തലം നമ്മൾ അന്വേഷിച്ച് ചെന്നാൽ ഒട്ടും ആശാവഹമായ അനുഭവമല്ല അത് നമുക്ക് സമ്മാനിക്കുക. ശപിക്കപ്പെട്ടവർ, വെറുക്കപ്പെട്ടവർ, പാപികൾ എന്നിങ്ങനെയൊക്കെയാണ് ഭിന്നശേഷിക്കാരെ പഴയ കാലം തൊട്ട് ആളുകൾ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നതും ആ നിലക്കാണ് കണക്കാക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ലോകം ഏറ്റവും വലിയ ആദരവോടുകൂടി കാണുന്ന തത്വചിന്തകർ ആയിട്ടുള്ള പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ മുതലായ ആളുകൾക്ക് പോലും ഈ ഭിന്നശേഷിക്കാരുടെ കാര്യം വന്നപ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായ നോട്ടമാണ് ഉണ്ടായിരുന്നത് എന്ന് അവരുടെ രചനകളും കൃതികളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദുർബലരും സമൂഹത്തിന് ഒരു ഭാരമായി നിൽക്കുന്നവരുമാണ് ഭിന്നശേഷിക്കാർ എന്നാണ് പ്ലാറ്റോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ റിപ്പബ്ലിക് പോലെയുള്ള രചനകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അരിസ്റ്റോട്ടിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്നുള്ള നിലക്ക് അതേ പന്ഥാവിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ് ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കുക. പുരാതന ഗ്രീസിൽ ലക്കോണിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പ്രമുഖമായ ഒരു നഗരമുണ്ട്. ആ നഗരത്തിൻ്റെ പേര് സ്പാർട്ട എന്നാണ്. സ്പാർട്ട നഗരത്തിനൊരു പ്രത്യേകതയുണ്ട്. സ്പാർട്ട നഗരത്തെ ശക്തന്മാരുടെ നാട് എന്നാണ് ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടത് ശക്തന്മാരുടെ നാടായി എന്ന് ചോദിച്ചാൽ, ശക്തിയുള്ളവർക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതാണ്. 7ാമത്തെ വയസ്സ് തൊട്ട് ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ മുൻനിരയിലേക്ക് നിൽക്കുന്ന യോദ്ധാക്കളായ ആളുകളെ വാർത്തെടുക്കുന്ന ഒരു സമ്പ്രദായം നിലനിന്ന നാടാണ് ഈ സ്പാർട്ട. സ്പാർട്ടയുടെ ഡൈഗറ്റ്സ് എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിലെ അപ്പോത്തീറ്റ എന്ന ഒരു പ്രത്യേകമായ ചെരുവുണ്ട്. അപ്പോത്തീറ്റ എന്ന വാക്കിൻ്റെ അർത്ഥം നിരസിക്കാനുള്ള സ്ഥലം എന്നാണ്. നിരസിക്കാനുള്ള ഈ സ്ഥലത്ത്
ആരെ ആയിരിക്കും കൊണ്ടുപോയി തള്ളിയിട്ടുണ്ടാവുക, ആരെയൊക്കെ ആയിരിക്കും നിരസിച്ചിട്ടുണ്ടാവുക എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ദുർബലരായ മനുഷ്യരെയാണ്. ദുർബലരായ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലരായിട്ടുള്ളത് ഭിന്നശേഷിക്കാരാണ്. എങ്കിൽ ആ നാട്ടിൽ ഒരു ഭിന്നശേഷിക്കാരനും ഭിന്നശേഷിക്കാരിക്കും ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു എന്നാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അപ്പോത്തീറ്റയിൽ ജീവിതം നിഷേധിക്കപ്പെട്ടവരായി ഭിന്നശേഷിക്കാരെ കണക്കാക്കിയിരുന്ന ഒരു കാലം, ഒരു പൂർവ്വകാലം നമുക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഗ്ലാഡിയേറ്റർ പോലെയുള്ള പോരാട്ടങ്ങളിൽ ഭിന്നശേഷിക്കാരെ കൊണ്ടുവന്ന് നിർത്തി അവരോട് ഏറ്റുമുട്ടി അവരെ കൊല ചെയ്യുന്നത് കണ്ട് ആഹ്ലാദിച്ചിരുന്ന, വിനോദത്തിനായി പ്രയോജനപ്പെടുത്തിയിരുന്ന ഒരു കാലവും നമ്മുടെ ഭൂതകാലം വിശകലനം ചെയ്താൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്ന് ഒരല്പം കൂടി മുന്നോട്ടേക്ക് ചരിത്രം യാത്ര ചെയ്യുന്ന ഘട്ടത്തിലാണ് ആശുപത്രികൾ സ്ഥാപിക്കപ്പെടുന്നത്. ആശുപത്രികൾ നേരത്തെ ഉണ്ട്, പക്ഷേ ആശുപത്രികളിൽ ഭിന്നശേഷിക്കാർക്ക് അവരുടെ ജീവിതം തുടരാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് കുറേ കൂടി നാം മുന്നോട്ട് വന്നപ്പോഴാണ്. പക്ഷേ ഇങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഭിന്നശേഷിക്കാരായ മനുഷ്യരെ പുറത്തു നിന്നുള്ള ആളുകൾ വിസിറ്റേഴ്സായി വന്ന് നോക്കിക്കണ്ട് അവരുടെ അതിവിചിത്രമായ പെരുമാറ്റങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു തലം കൂടി അക്കാലത്തെ ആസ്വാദനത്തിൻ്റെ തലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വിനോദത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായി കൊലയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ കണ്ട് രസിക്കാനോ ഉള്ള ഉപാധിയായി മാത്രം ഭിന്നശേഷിക്കാരെ പരിഗണിക്കുന്നു, ജീവിക്കാൻ അനുവദിക്കുന്നെങ്കിൽ അതിനുവേണ്ടി മാത്രം പരിഗണിക്കുന്നു എന്നൊരു നില കൂടി ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കുലീനത്വത്തെക്കുറിച്ച് എന്നും എക്കാലത്തും നാം വലിയ ആവേശത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ട്. കുല പെണ്ണും കുല ആണും, കുലയാണും കുലപ്പെണ്ണുകളും സൃഷ്ടിക്കപ്പെടുന്ന ഒരു നാടിനു വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി എപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന രീതി നമുക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പ്ലാറ്റോയാണ് ഈ കുലീനത്വത്തെക്കുറിച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രബന്ധങ്ങൾ രചിച്ചിട്ടുള്ളത്. റിപ്പബ്ലിക്കിൽ വീണ്ടും നമ്മൾ പരിശോധിച്ചാൽ അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സെലക്റ്റീവ് ബ്രീഡിങ്ങിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പ്ലാറ്റോയുടെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ നാടിന് ഉപയോഗമില്ലാത്ത ഭിന്നശേഷിക്കാരെയെല്ലാം കൊന്നു തള്ളുക എന്നൊരു രീതി സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കുലീനത്വത്തിനായുള്ള വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ കൂടി ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ മാത്രമല്ല കുലീനത്വത്തെക്കുറിച്ചുള്ള ആവേശകരമായ ക്യാമ്പയിനുകൾ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 1912 ഹെറിഡിറ്റി ഇൻ റിലേഷൻ ടു യൂജനിക്സ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ആ ഗ്രന്ഥം അതിവേഗം ഹിറ്റായി മാറി. 1927 ഒക്ടോബർ 19 കാരി ബാഗ് എന്ന സ്ത്രീയെ വന്ധ്യംകരിച്ചുകൊണ്ടാണ് യൂജനിക്സ് പ്രസ്ഥാനം അതിൻ്റെ തേരോട്ടം ആരംഭിക്കുന്നത്. വളരെ പെട്ടെന്ന് അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രം കുറേ കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ മുസോളിനിയിലും ഹിറ്റ്ലറിലേക്കും എത്തി നിൽക്കുമ്പോൾ മുസോളിനിയും ഹിറ്റ്ലറും അവരുടെ നരവേട്ടയുടെ ഇരയാക്കിയത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരെയാണ് എന്ന് നാം കാണണം. നാസി കൂട്ടക്കൊലയുടെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ഭിന്നശേഷിക്കാരെയും ദുർബലരെയും വകവരുത്തിക്കൊണ്ടാണ്. അവർ ഈ സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യരല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ കാണണം. കുപ്രസിദ്ധമാണ് ഓഫീസ് എത്തനേഷ്യ എന്ന് പറയുന്നത്. ഈ ഓഫീസ് എത്തനേഷ്യയുടെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ട എലിമിനേഷൻ സെൻ്ററുകളിലെ ഗ്യാസ് ചാമ്പറുകളിലേക്ക് കൂട്ടത്തോടുകൂടി ആനയിക്കപ്പെട്ടത്, ഞാൻ ആനയിക്കുക എന്നുള്ള വാക്ക് കൊട്ടേഷനിലാണ് ഉപയോഗിക്കുന്നത്, ആനയിക്കപ്പെട്ടത് ദുർബലരുടെ കൂട്ടത്തിൽ അതിദുർബലരായിട്ടുള്ള ഭിന്നശേഷിക്കാരും കൂടിയായിരുന്നു എന്ന് നാം കാണണം. മധ്യകാല യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ മധ്യകാല യൂറോപ്പിലും ചിത്രം വ്യത്യസ്തമായിരുന്നില്ല. മധ്യകാല യൂറോപ്പിൽ ഗ്രീക്കിന് തുല്യമായ രീതിയിൽ, ഗ്രീക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഭിന്നശേഷിക്കാർ ജീവിക്കാൻ അനുവദിക്കപ്പെടരുത് എന്ന് ചിന്തിച്ചിരുന്നവരാണ്. ഏതാണ്ട് സമാനമായ രീതിയാണ് നമുക്ക് മധ്യകാല യൂറോപ്പിലും കാണാൻ വേണ്ടി സാധിക്കുക. ഇവർ ദൈവത്തിൻ്റെ ശാപം കിട്ടിയവരാണ്, ദൈവശാപം ഏറ്റുവാങ്ങിയവർ, അവർ ഈ ലോകത്ത് നിൽക്കേണ്ടതില്ല എന്നുള്ള ചിന്ത അവിടെ വരികയാണ്. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട്. 12-ാം നൂറ്റാണ്ടിൽ ഹെൻറി രാജാവ് ആണ് ഇംഗ്ലണ്ടിൽ ആദ്യമായി ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്തുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ധാരാളം ഇടപെടലുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഏറ്റവും ഗംഭീരമായി, ഞാനൊരു എഡ്യൂക്കേഷൻ രംഗത്ത് നിൽക്കുന്ന ആൾ എന്നുള്ളതൊക്കെ
ഏറ്റവും ഗംഭീരമായ കയ്യടി നൽകേണ്ട ഒരു ഇടപെടൽ 1866 ജീൻ മാർക്ക് ഗസ്പാർഡ് ഇറ്റാഡ് രചിച്ചിട്ടുള്ള ഇഡിയോക്രസി ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ് ബൈ ദ ഫിസിയോളജിക്കൽ മെത്തേഡ് എന്ന ഗ്രന്ഥമാണ്. ഒരുപക്ഷെ നമുക്ക് ഇറ്റാഡിനെ ഈ ഭിന്നശേഷി വിദ്യാഭ്യാസത്തിൻ്റെ പാത്രിയാർക്കീസായി കാണാൻ വേണ്ടി സാധിക്കും. തുടർന്ന് ഇങ്ങോട്ട് ധാരാളം മൂവ്മെൻറ്റുകൾ വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അവരുടെ അവകാശത്തിന് വേണ്ടി വാദിക്കുന്ന ധാരാളം മൂവ്മെൻറ്റുകൾ ഉണ്ടാവുന്നു. ആ മൂവ്മെൻറ്റുകളുടെ എല്ലാം അനന്തര ഫലമായിട്ടാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭിന്നശേഷിക്കാർ വിഭിന്നമായ ശേഷിയുള്ളവരാണ് എന്നും അവരെ ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നുമുള്ള ചിന്തയിലേക്ക് വരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് സാമൂഹ്യ നോട്ടത്തിൽ അതിഗംഭീരമായിട്ടുള്ള മാറ്റം സമ്മാനിച്ച നൂറ്റാണ്ടാണ് നാം ജീവിക്കുന്ന നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ടിലാണ് അത്തരത്തിലുള്ള വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുള്ളത്. ലോകമെമ്പാടുള്ള മനുഷ്യർ ഒരുമിച്ച് നിന്നത്, അവർ കൈകോർത്ത് നിന്നുകൊണ്ട് വ്യത്യസ്തമായ നിയമനിർമ്മാണത്തിന് പ്രാപ്തമാക്കിയത് ഒരുപക്ഷെ നമ്മുടെ തലമുറ നൽകുന്ന സന്ദേശമാണ്. ആ സന്ദേശത്തിൻ്റെയൊക്കെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി 2016 ഇന്ത്യയിലെ RPWD ആക്ടിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 2016 ഞാൻ എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്, ആദ്യത്തെ അവതരണം അവസാനിപ്പിക്കുകയാണ്. 2016 ശ്രീ പിണറായി വിജയൻ, ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തിയിരുന്നു. യാത്രയുടെ പേര് നവകേരള മാർച്ച് എന്നാണ്. നവകേരള മാർച്ച് അദ്ദേഹം ആരംഭിച്ചത് കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരായ മനുഷ്യരെ, അവരുടെ രക്ഷിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. അവരിൽ നിന്നാണ് ആരംഭിച്ചത്. അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും എന്തൊക്കെ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നതെന്നുള്ളത് നേരിൽ കണ്ടറിയുകയും ചെയ്തുകൊണ്ട് ആരംഭിച്ച യാത്ര അതിൻ്റെ മുന്നേറ്റങ്ങൾക്കിടയിൽ എല്ലാ ജില്ലകളിലും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി, ഭിന്നശേഷിക്കാരായ മനുഷ്യർക്ക് വേണ്ടി നടത്തിക്കൊണ്ടു പോകുന്ന സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിന് അല്പസമയം ചെലവഴിച്ചിരുന്നു. മലപ്പുറത്തെത്തിയപ്പോൾ ഭിന്നശേഷിക്കാരായ ആളുകളോടൊപ്പമാണ് ആ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് മുന്നോട്ടേക്ക് വന്നപ്പോൾ അതൊരു ആഡംബരത്തിനുള്ള ഇടപെടൽ മാത്രമായിരുന്നുവോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ അല്ല എന്ന് തെളിയിച്ചു 2016 സർക്കാർ. 2016 സർക്കാർ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം നവകേരളം ഭിന്നശേഷി സൗഹൃദ കേരളമായിരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ്. നവകേരളം ഭിന്നശേഷി സൗഹൃദ കേരളമായിരിക്കുമെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് വ്യത്യസ്തങ്ങളായ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയാണ്. വ്യത്യസ്തമായ ഇടപെടലുകളുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ഇടപെടലുകളുണ്ടായി. വിദ്യാലയങ്ങൾ ഭിന്നശേഷി സൗഹൃദമാകണമെന്ന കാഴ്ചപ്പാട് രൂപീകരിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോഴും എല്ലാം പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ, കേരളം പൂർണ്ണ അർത്ഥത്തിൽ ഭിന്നശേഷി സൗഹൃദ കേരളമായോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും. ഇനിയും നമുക്ക് ഒരുപാട് കാതങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും, ഇത്രയധികം ചേർത്ത് പിടിക്കലുകൾ ഉണ്ടായിട്ടും നമ്മുടെ ഭിന്നശേഷിക്കാരായ അമ്മമാരുടെ കൂട്ടത്തിൽ, അച്ഛന്മാരുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് എൻ്റെ മകളുടെ കണ്ണടയണമേ, എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് എൻ്റെ മകൻ്റെ കണ്ണടയണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ആ കണ്ണീരിൻ്റെ, ആ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം ആർക്കാണ്? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആത്മാർത്ഥമായി കരയേണ്ടി വരുന്നത്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടി വരുന്നത്? ഈ ചോദ്യം ഏറെ പ്രസക്തമാകുന്ന ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, ഞങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആര് ഈ മകളെ, പിന്നെ ആര് ഈ മകനെ നോക്കാനുണ്ട് എന്ന ആശങ്കയാണ്, ആധിയാണ്, വ്യാധിയാണ് അവരെ നയിക്കുന്നത്. ആ ആശങ്കക്ക് തീർച്ചയായും ഒരു ഉത്തരമുണ്ടാകണമെന്നുള്ളത് സാമൂഹികമായ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. ആ ഉത്തരവാദിത്തം നാം ഏറ്റെടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ സർക്കാർ ആ നിലക്കുള്ള പ്രവർത്തനം കൂടി ആലോചിക്കുന്നുണ്ട്, ആവിഷ്കരിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം ജില്ലകളിൽ ഇൻ്റഗ്രേറ്റഡ് സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി ആരംഭിക്കാൻ നാം തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികളിലേക്ക് കടക്കുന്നു. 3 ഇടങ്ങളിൽ സ്ഥലം കണ്ടെത്തി DPR തയ്യാറാക്കുന്ന ഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മമാരുടെ, അച്ഛന്മാരുടെ ഈ കണ്ണീരൊപ്പുന്നതിനുള്ള പ്രവർത്തനം കൂടി ആവിഷ്കരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നേറുന്നത് എന്ന ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി.
വളരെ ഭീതിതമായ ഒരു ചരിത്ര സത്യത്തെ തുറന്നു കാണിക്കുകയായിരുന്നു ഡോക്ടർ രതീഷ് കാളിയാടൻ. എങ്കിലും നമുക്കൊരു പ്രതീക്ഷയുടെ കിരണം എന്ന രൂപത്തിൽ നമ്മുടെ നാട് എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് ഈ മേഖലയിൽ എടുക്കുന്നു എന്നുള്ളത് അതുകൂടി ഇവിടെ ചർച്ച ചെയ്യുണ്ടായി. തീർച്ചയായും ഒരു പരിഷ്കൃത സമൂഹത്വം എന്ന രൂപത്തിലേക്ക് നമുക്ക് മാറണമെങ്കിൽ ഇനിയും ഒരുപാട് നാം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഭിന്നശേഷിക്കാരെ നേരിടുന്ന, പ്രത്യേകിച്ചും ശാരീരികമായ പരിമിതി നേരിടുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഏറ്റവും കൂടുതൽ ഭൗതികമായ തടസ്സങ്ങൾ നിരവധിയായവരെ മുന്നിലുണ്ട്. അതിനൊപ്പുറം ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ്, എല്ലാം അംഗീകരിക്കാനുള്ള സമൂഹത്തിൻ്റെ ഒരു വിമുഖത, നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ പരിമിതിയുള്ളവരെയും ചേർത്ത് നിർത്തണം എന്ന് ഇത്രയൊക്കെ പറയുമ്പോഴും അതിന് മടിയുള്ള ഒരു സമൂഹം, ആ ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് ഒരു വലിയ തടസ്സം തന്നെയായി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ വേൾഡ് ഡിസാബിലിറ്റി ഡേയുമായി ബന്ധപ്പെട്ട് UN ആഹ്വാനം ചെയ്തത് ഒരു സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ ഭിന്നശേഷിക്കാരായ ആളുകളെ നേതൃത്വ പാഠവും ഉയർത്തുക എന്നുള്ളതായിരുന്നു. അതിലെല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഭിന്നശേഷിക്കാരെ കൂടെ ഉൾപ്പെടുത്തുക എന്നൊക്കെയുള്ള ആഹ്വാനങ്ങൾ അതിലുണ്ട്. പക്ഷെ നമ്മളുടെ സമൂഹം എത്രമാത്രം ഇതെല്ലാം നടത്തുന്ന രൂപത്തിലേക്കായിട്ടുണ്ട് സർ? ഡോക്ടർ റോഷൻ ബിജി. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഒരു വിഷയം, ഭിന്നശേഷി ജീവിതം, സാമൂഹ്യ നോട്ടങ്ങളുടെ വൈകല്യങ്ങൾ എന്ന ഈ ഒരു വിഷയം ഇത്തരം KLFൻ്റെ ഒരു ചർച്ചാവേദിയിൽ ഒരു വിഷയമാക്കി എടുത്തു എന്നുള്ള ആ ഒരു ഫാക്റ്റ് തന്നെ അങ്ങേയറ്റം അഭിനന്ദനീയമാണ്. കാരണം പലപ്പോഴും പാർശ്വവൽകൃതരായ ആളുകളുടെ കാര്യങ്ങളും വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവുകയാണ്. കാരണം ഭിന്നശേഷി വ്യക്തികൾ ഓരം ചേർന്ന് ജീവിക്കുന്നവരാണ്, അവർ മുഖ്യധാരയിലേക്ക് വരേണ്ടവരല്ല എന്ന ഒരു പൊതുധാരണ പലപ്പോഴും ഇപ്പോഴും കുറേയെങ്കിലുമൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിന് ഒരു പൊളിച്ചെഴുത്തായിട്ട് ഇതുപോലുള്ള ഒരുപാട് രാഷ്ട്രീയവും ഒരുപാട് സാമൂഹ്യ ഇതും ലിറ്ററേച്ചറും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വേദിയിൽ ഭിന്നശേഷിക്കാർക്ക് ഇടം നൽകി എന്നുള്ളത് തന്നെ ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ ഒരു വിഷയത്തിലെ സാധാരണ ടോപ്പിക്കുകൾ ന്യൂട്രലായിട്ടാണ് വെക്കുക. പക്ഷേ ഇവിടെ ടോപ്പിക്ക് ന്യൂട്രൽ അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭിന്നശേഷി ജീവിതം, സാമൂഹ്യ നോട്ടങ്ങളുടെ വൈകല്യങ്ങൾ എന്നാണ്. അപ്പോൾ അത് വളരെ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. വൈകല്യം ഭിന്നശേഷി വ്യക്തിക്കല്ല, മറിച്ച് അത് നോക്കുന്ന സമൂഹത്തിൻ്റെ നോട്ടത്തിൻ്റേതാണ് പ്രശ്നം എന്ന സ്റ്റേറ്റ്മെൻറ്റോടു കൂടി തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിധത്തിൽ തന്നെ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്ത അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കാൻ കൂടി ഈ ഒരു അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ കാളിയാടൻ സാറ് പറഞ്ഞിടത്തുനിന്ന് തന്നെ തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓഫ് റിഡിക്യൂൾ, ഇയർ ഓഫ് പെർസിക്യൂഷൻ തുടങ്ങി ഇയർ ഓഫ് അഡ്വാൻസ്മെൻറ്റ്സ്, അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒരു ഇയർ ഓഫ് റിഗ്രഷൻ വേറിൻ ഫ്രാൻസിസ് ഗാൾട്ടൻ്റെയൊക്കെ യൂജനിക്സ് പ്രസ്ഥാനം വരുന്നു. പിന്നീട് അതിനുശേഷം വീണ്ടും നമ്മൾ ഇയർ ഓഫ് ഇൻക്ലൂഷൻ, ഇയർ ഓഫ് അസിസ്റ്റീവ് ഡിവൈസസ്, ഇയർ ഓഫ് ആ രീതിയിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റീവ് ഫെസിലിറ്റീസ് ഫോർ ദ ഡിഫറൻ്റ്ലി ഏബിളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ലോകത്താണ്, ആ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നും ഭിന്നശേഷി വ്യക്തികളുടെ ഒരു രക്ഷിതാക്കൾ പലപ്പോഴും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം, സെർബ്രൽ പാൾസിയൊക്കെയുള്ള ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ പലപ്പോഴും നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ അവർ ഈ കുഞ്ഞുങ്ങളെ കൂടി കൊല ചെയ്തുകൊണ്ട് അവർ മരിച്ച സാഹചര്യം പോലും അടുത്തും നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിൽ വളരെ വേദനയോടുകൂടി കണ്ടതാണ്. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ സാമൂഹ്യ നോട്ടത്തിൻ്റെ കുഴപ്പമാണെന്നുള്ള ഒറ്റ വാക്കിലേക്ക് നമുക്കതിനെ ചുരുക്കി കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഇവിടെ ടീച്ചർ സൂചിപ്പിച്ച പോലെ ദ സിംഗിൾ വേർഡ് ഇതിൽ ഏറ്റവും ക്രൂഷ്യലായി നിൽക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ആറ്റിറ്റ്യൂഡിനൽ ബാരിയറാണ്, മനോഭാവപരമായിട്ടുള്ള പ്രതിബന്ധമാണ്. ഭിന്നശേഷി വ്യക്തികൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും കാതലായ പ്രശ്നം സോക്കോൾഡ് നോർമൽ എന്ന് കരുതുന്ന, എന്ന് അഹങ്കരിക്കുന്ന ഭൂരിപക്ഷം വരുന്ന പൊതുസമൂഹം മനോഭാവപരമായി വെച്ചു പുലർത്തുന്ന നിലപാടുകളാണ് ഭിന്നശേഷി വ്യക്തികൾക്ക് എല്ലാ തരത്തിലുമുള്ള ബാരിയറുകൾ, പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ ആറ്റിറ്റ്യൂഡിനൽ ബാരിയറുകൾ എന്നു മാറുന്നോ അന്ന് തീരും ഭിന്നശേഷി വ്യക്തികളുടെ പ്രശ്നം. കാരണം അത് സമൂഹം ഉൾക്കൊള്ളേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അത് ഭിന്നശേഷിക്കാരുടെ കുഴപ്പമല്ല. അതിന് നമ്മൾ വേരിയസ് മോഡൽസ് ഓഫ് ഡിസബിലിറ്റി പറയും. മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്നൊരു മോഡൽ പറയാറുണ്ട്. അതിലെന്താ വെച്ചാൽ അത് ഭിന്നശേഷി വ്യക്തിയുടേതാണ് കുഴപ്പം. ആ വ്യക്തിക്ക് നടക്കാൻ കഴിയുന്നില്ല, ആ വ്യക്തിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല, ആ വ്യക്തിക്ക് കണ്ണ് കാണില്ല, ആ വ്യക്തിക്ക് ബുദ്ധിപരമായി മറ്റുള്ളവരെ പോലെ ഇടപഴകാൻ സാധിക്കുന്നില്ല, അത് വ്യക്തിയുടെ കുഴപ്പമാണ്, അതുകൊണ്ട് ആ വ്യക്തിയുടെ പ്രശ്നമുള്ള വ്യക്തിയെ മാറ്റി നിർത്തുക എന്ന തരത്തിലുള്ള ഒരു മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റിയും ഉണ്ട്. അതേപോലെ തന്നെ ഒരു സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റിയും ഉണ്ട്.
അത് ഞാൻ ചെറിയൊരു ഉദാഹരണം വളരെ പെട്ടെന്ന് പറയാം. അപ്പം ഇന്ന് രാവിലെ നമ്മളൊക്കെ എണീറ്റ് റെഡിയായി ഈ ഒരു ഇവിടേക്ക് വന്നു അല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ എന്താ ചെയ്യുക, നമ്മൾ ഉറക്കമുണർന്നു, കട്ടിൽ നിന്ന് എണീറ്റു, നമ്മൾ ടോയ്ലറ്റിൽ പോയി പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ചു. നമ്മൾ ബസ്സിലോ കാറിലോ ഓട്ടോറിക്ഷയിലോ ഒക്കെ ആയിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ഇവിടെ വന്ന് നമ്മളിവിടെ ഓട്ടോറിക്ഷ ഇറങ്ങി അല്ലെ വാഹനം ഇറങ്ങി നടന്ന് ഇവിടെ വന്ന് ഇവിടെ കയറി. ഇത്രയും ഇത് കയറാൻ നമുക്ക് യാതൊരു പ്രതിബന്ധവുമില്ല. നമ്മളെ സംബന്ധിച്ച് അതൊരു സീംലെസ്, നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു പ്രക്രിയയാണ്. അതേസമയം ഒരു വീൽ ചെയർ ബൗണ്ടായിട്ടുള്ള ഒരാളാണ് ഇന്നിവിടെ വരേണ്ടിയിരുന്നത് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞു, നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു, അത് ബോധപൂർവ്വം തന്നെ ഞാൻ പറഞ്ഞു. ഈ കട്ടിലിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റു എന്നുള്ളത് ഇറ്റ്സ് എ സിമ്പിൾ പ്രോസസ് ഫോർ അസ്. പക്ഷേ കിടപ്പിലായിട്ടുള്ള അല്ലെങ്കിൽ കാലിന് തളർച്ചയുള്ള ഒരാളെ സംബന്ധിച്ച് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് മറ്റൊരാളുടെ അസിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു അസിസ്റ്റീവ് ടെക്നോളജി വേണം. ഞാൻ ബോധപൂർവ്വമാണ് ടോയ്ലറ്റിൽ പോയി പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചു എന്ന് പറഞ്ഞത്. നമ്മുടെ എത്ര വീടുകളിലെ ടോയ്ലറ്റുകൾ പ്രാഥമിക കർമ്മങ്ങൾ ഒരു ഭിന്നശേഷി വ്യക്തിക്ക് അനുഗുണമായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ അനുഗുണമാണ്? അല്ല. സർ, ഇവിടെ റോഷൻ സാറ് പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ ഭൗതികമായ തടസ്സങ്ങളും മനോഭാവത്തിലുള്ള തടസ്സങ്ങളും മാറിയാൽ മാത്രമേ ഒരു ഭിന്നശേഷി സൗഹൃദ സമൂഹം എന്ന വലിയ ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തിന് എത്തിച്ചേരാൻ കഴിയും. ഒരുപക്ഷെ ഹബീബ് സാറിന് ഇതിൽ കൂടുതൽ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഒക്കെ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയും. അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റുമാണ്, ഒരു അക്കാഡമിസ്റ്റുമാണ്, ഡിസേബിലിറ്റി സ്റ്റഡീസിൽ ഗവേഷണം നടത്തുന്ന ആളാണ്. ഹബീബ് സാറിൻ്റെ കീഴിൽ 3-4 വിദ്യാർത്ഥികൾ ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്നുണ്ട്. ഹബീബ് സാറിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു സ്വപ്നതുല്യമായ ഒരു നിമിഷമായിട്ടാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. കാരണം KLF-ൻ്റെ കഴിഞ്ഞ കുറേ എഡിഷൻസ് അതിൻ്റെ ദീർഘമായ ഷെഡ്യൂളുകൾ വായിക്കുമ്പോഴേ എന്തുകൊണ്ട് ശാരീരിക ഭിന്നതയുള്ളവരുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ വന്നില്ല എന്ന് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. അതിൽ എനിക്ക് കൂടി വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. പദപ്രയോഗങ്ങൾ മുതൽ മനോഭാവങ്ങൾ വരെയുള്ള ഒരു ഭിന്നശേഷിക്കാരനുഭവിക്കുന്ന സാമൂഹികമായ പാർശ്വവൽക്കരണത്തെക്കുറിച്ച് ഇവിടെ അതിൻ്റെ ചരിത്രപരമായ ഉന്മൂലനം മുതൽ ചേർത്തു നിർത്തൽ വരെയുള്ള ചരിത്രത്തെക്കുറിച്ച് കാളിയാടൻ സാറും അതുപോലെ മനോഭാവത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് നമ്മുടെ ചെറുപ്പകാലം മുതൽ എനിക്കറിയുന്ന റോഷൻ വിജിലി സാറും സംസാരിക്കുകയുണ്ടായി. നമ്മളുടെ ഏറ്റവും വലിയ സങ്കീർണമായ അവസ്ഥ സമൂഹം എങ്ങനെയാണ് ശാരീരിക ഭിന്നതയുള്ള ആളുകളെ കാണുന്നത് എന്നുള്ളതാണ്. ആദിമമായ മനോഗതി മുതൽ ഇന്നുവരെ വിലയിരുത്തുമ്പോൾ അത് ചലച്ചിത്രങ്ങളിലും സാഹിത്യത്തിലും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ ഒരു സാങ്കല്പികമായ ഫ്രെയിംവർക്ക് ഘടന ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഭിന്നശേഷിക്കാരെ സമൂഹം വീക്ഷിക്കുന്നത്. അവരുടെ യഥാർത്ഥ അനുഭവങ്ങളെ ഒരിക്കലും സമൂഹം മനസ്സിലാക്കുകയോ അവരെക്കുറിച്ച് പറയുന്നതിനുള്ള പദങ്ങൾ അവർ തന്നെ നിർവചിച്ചെടുക്കാത്തിടത്തോളം കാലം അവ കേവലം സമൂഹത്തിൻ്റെ സങ്കല്പത്തിൽ നിന്നോ രാഷ്ട്രീയമായ സുഖിപ്പിക്കലിൻ്റെ അപ്പീസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന പദങ്ങളായി മാറുകയാണ്. അപ്പോൾ നമ്മൾ ഡിസേബിൾഡ് എന്ന അന്താരാഷ്ട്ര പദത്തിന് കാലങ്ങളായി നൽകിയിരുന്ന വ്യാഖ്യാനങ്ങളെ പരിഗണിക്കുമ്പോൾ അത് നമ്മുടെ മനോഭാവങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. വികലാംഗർ, എല്ലാ അംഗങ്ങളും വികലമായവർ എന്നാണ്. അംഗപരിമിതർ എന്താണ്? പരിമിതിയുള്ള അംഗമുള്ളവർ എന്നാണ്. ഭിന്നശേഷി എന്ന വാക്ക് നിലവിലുള്ള അവസ്ഥയിൽ വലിയ പ്രശ്നമുള്ളൊരു വാക്കായിട്ട് മാറുകയാണ്. ഇപ്പം ഇൻ്റർനാഷണലി ഈ വാക്കിനെ ആരും സ്വാഗതം ചെയ്യുന്നില്ല. എന്താണ് ഭിന്നശേഷി എന്ന് ചോദിച്ചാൽ പറയും കാഴ്ചയുള്ള ഒരാൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും കണ്ണ് കാണാത്തവർക്ക് ആളുകളുടെ ശബ്ദം കേട്ടാൽ തിരിച്ചറിയും, തൊട്ടാൽ തിരിച്ചറിയും, ഗന്ധം കൊണ്ട് തിരിച്ചറിയും. ഇത് കാഴ്ചയില്ലാത്തവർക്ക് മാത്രമുള്ള ഒന്നല്ലല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചയില്ലാത്തവർക്ക് കൊട്ടയ്ക്ക് കിട്ടുന്നൊരു സാധനമാണ് ഈ ഉൾക്കാഴ്ച. മുണ്ടിയ പൊറാട്ടെ എന്ന് പണ്ട് ഒരു വിറ്റ് പറഞ്ഞ പോലെ നമ്മൾ മിണ്ടി അപ്പോൾ ഉൾക്കാഴ്ച കിട്ടുന്ന ആളുകളായിപ്പോയി. അകക്കണ്ണിൻ്റെ വെളിച്ചം ഇഷ്ടം പോലെ, ഇങ്ങനെ വെളിച്ചം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. കാഴ്ച വേണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അവർക്ക് കാഴ്ചപ്പാടേ ഇല്ല എന്ന് പറയും പോലെ സത്യത്തിൽ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ അറിയാനുള്ള കഴിവ് മാത്രമാണ്. അതൊരിക്കലും നമുക്ക് കാഴ്ചയില്ലാത്തവർക്ക് മാത്രമുള്ള ഒന്നേയല്ല. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം ഈ നമ്മളുടെ RPD ആക്ടിൽ പറയുന്ന പരമാധികാരവും ഭിന്നതയും അംഗീകരിക്കപ്പെടാത്ത ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സമയം നോക്കുമ്പോൾ വാച്ചിൽ നോക്കി പറയുമ്പോൾ ഞാൻ ഈ വാച്ച് തൊട്ടിട്ട് പറയും, എൻ്റെ ഫോൺ സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് ഞാൻ ഉപയോഗിക്കും. ഒരു വീൽചെയർ യൂസർ വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് നടക്കും, ഞാൻ വൈറ്റ് കെയിൻ എടുത്ത് നടക്കും. ഇങ്ങനെ ഒരു പകരം ശേഷിയാണ് ഭിന്നശേഷി എന്ന
വാക്കുകൊണ്ട് പറയേണ്ടത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മനുഷ്യ വൈവിധ്യത്തിൻ്റെ ഒരു സാധ്യത മാത്രമാണ് ഡിസബിലിറ്റി എന്നും അവരുടെ ഭിന്നതയെയും പരമാധികാരത്തെയും അംഗീകരിക്കണം എന്നും പറയുമ്പോൾ കൃത്യമായ ഒരു പദം ശാരീരിക ഭിന്നത എന്നുള്ളതാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്താണ് ഭിന്നശേഷിക്കാരോടുള്ള, ഞാനിങ്ങനെ നമ്മളത് പറഞ്ഞു എന്നുകൊണ്ട് തന്നെ പലപ്പോഴും അതന്നെ പ്രയോഗിച്ചു പോകും. കാരണം അതിനു മുമ്പുള്ള പദങ്ങളെക്കാൾ എത്രയും മികച്ച പദം ഭിന്നശേഷി തന്നെയാണ്. എന്നാൽ ഇത് പറയുമ്പോഴും നിങ്ങൾ അറിയണം, ഇന്ത്യയിൽ ഔദ്യോഗികമായി ഡിസേബിൾഡിനെ നമ്മുടെ പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിലുള്ള മിനിസ്ട്രിക്കായാലും നമ്മുടെ കലാലയങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ വിഭാഗങ്ങളിലൊന്നും ഭിന്നശേഷിക്കാർന്നോ ഡിസേബിൾഡെന്നോ ഡിഫറൻ്റ്ലി ഏബിൾഡെന്നോ പോലും പറയുന്നില്ല, ദിവ്യാംഗൻ എന്നാണ് പറയുന്നത്. പണ്ട് ഈ പണ്ട് ഉന്മൂലനം ചെയ്യപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ച് കാളിയാടൻ സാർ പറഞ്ഞപ്പോഴേ അന്ന് ഒരു പ്രശ്നവും കൂടി ഉണ്ടായിരുന്നു. ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഗ്രീസിലും സ്പാർട്ടയിലും ഏതൻസിലും ഒക്കെ ആളുകളെ വിൽക്കാൻ വെച്ചിരുന്ന, ആളുകളെ ഉപേക്ഷിക്കാൻ, ഡിസേബിൾഡായി ജനിച്ച കുട്ടികളെ ഉപേക്ഷിക്കാനുള്ള കുട്ടകളും വട്ടികളും വിൽക്കാൻ വെച്ചിരുന്നെങ്കിൽ അതോടൊപ്പം അവരെ ദൈവികവൽക്കരിച്ചിരുന്നു. ടേറീസിയസും ഫീനിയസും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവാചകന്മാരായത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ആ മഹത്വ ദൈവീകവൽക്കരണത്തിൻ്റെ കാലത്തേക്കുള്ള തിരിച്ചുപോക്കാണ് ദിവ്യാംഗൻ എന്ന പദം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, അവിടെ ഏറ്റവും പരിരക്ഷ അർഹിക്കുന്ന ജനവിഭാഗത്തെ അപമാനവീകരണത്തിന് വിധേയമാക്കിക്കൊണ്ട് ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യ ലോകത്തിനു മുന്നിൽ തലകുലിക്കേണ്ട ഒന്നായി മാറുന്നു എന്ന് വളരെ വിനീതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇവിടെയുള്ള പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കല്പികമായി നിർവചിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഒന്നിനും കൊള്ളാത്തവരായി മാറും, അല്ലെങ്കിൽ നമുക്ക് അസാധാരണമായ ശേഷിയുള്ളവരാവും. ഇപ്പോൾ ഒറ്റ ഉദാഹരണം, കാഴ്ചയില്ലാത്തവരെ നിർവചിക്കുന്നതിൻ്റെ ഒരു പാരാമീറ്റർ എന്താണ്? ചരിത്രാതീത കാലം മുതൽ ഇന്ന് വരെ നിങ്ങൾ ചരിത്രാതീത കാലം മുതൽ ഇന്ന് വരെ നിങ്ങൾ കാഴ്ചയില്ലാത്തവരെ നിർവചിച്ചത് കാണുമ്പോഴേ പറയുക അവരൊക്കെ ഇരുട്ടിലാണെന്നാണ്. കുരുടനു കൈവടിയായി ഞാൻ, കണ്ണ് കാണാത്ത ജീവി കുരുടി, ഇപ്പൊ കണ്ണ് കാണാത്തവരൊക്കെ കുരുടന്മാർ. സത്യത്തിൽ ജന്മനാ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് വെളിച്ചം എന്താണെന്ന് അറിയില്ലെങ്കിൽ എങ്ങനെയാണ് ഇരുട്ട് എന്താണെന്ന് അറിയാം. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ് എന്നാണ് എമിലി ഡിക്കിൻസൺ പറയുന്നത്. ഒരിക്കലും വിജയം എന്താണെന്ന് അറിയാത്ത ആൾക്കാണ് കൃത്യമായ വിജയത്തിൻ്റെ മാധുര്യം അറിയാന്ന്. അപ്പോൾ നിങ്ങൾക്ക് കയ്പറിയുമെങ്കിലാണ് മധുരം അറിയുന്നത്. വെളിച്ചം കാണാത്ത ഒരാൾക്ക് ഇരുട്ട് എന്താണെന്ന് അറിയോ? ഈ ഒരു ധാരണ വെച്ചിട്ടാണ് കാഴ്ചയില്ലാത്തവർക്ക് ഇരുട്ടിലാണ്. ഓരോരുത്തർ വൈറ്റ് കെയിൻ ഡേൻ്റെ അന്ന് വന്ന് കണ്ണ് കെട്ടിയിട്ട് പ്രസംഗിക്കും. നമ്മുടെ കുട്ടികളെ ദയവായിട്ട്, കണ്ണ് കാണാത്ത കുട്ടികളെ ദയവായിട്ട് നിങ്ങൾ തെരുവിലേക്ക് ഇറക്കരുത്, കാരണം അവർ എൻ്റെ കുറച്ചു നേരത്തെ കണ്ണ് കെട്ടിയ അനുഭവം കൊണ്ട് ഞാൻ അറിഞ്ഞു എത്ര ഭീകരമാണ് ഈ അവസ്ഥ എന്ന്. അവർ കണ്ണ് കെട്ടി നടക്കുകയല്ല വേണ്ടത്. കാഴ്ചയില്ലാത്തവർ വടിയെടുത്ത് നടക്കുന്നതിൻ്റെ കൂടെ നടന്നാലാണ് എന്താണ് ബുദ്ധിമുട്ടെന്നറിയാം. അപ്പോൾ ഇവിടെ സാധാരണ ഉൾക്കാഴ്ചയുള്ളവർ അല്ലെങ്കിൽ എന്താ പറയുക അസാധാരണമായ മനോബലമുള്ളവൾ, പലരും പറയും ഡിസേബിൾഡ് ആർ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് മോട്ടിവേറ്റേഴ്സ്. അതല്ലെങ്കിലോ ഒന്നിനും കൊള്ളാത്തവർ, നമ്മുടെ വാസന്തിയും ലക്ഷ്മിയും പോലെയുള്ള സിനിമകളിലൊക്കെ ഉള്ളത്. നമ്മൾ കേരളം ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ കൊടുത്ത് ആദരിക്കേണ്ട ഒരാൾ വിനയനാണെന്ന് തോന്നുന്നു. കാരണം ഇത്രമാത്രം ഭിന്നശേഷി, ശാരീരിക ഭിന്നതയുള്ള സമൂഹത്തിൻ്റെ വികലമായ പ്രതിനിധാനങ്ങൾ കൊണ്ട് ഈ സമൂഹത്തെ അപമാനവീകരിച്ച മറ്റൊരു ചലച്ചിത്ര സംവിധായകൻ ലോകത്തിലുണ്ടാവില്ല എന്നുള്ളതാണ്. ഓരോ സിനിമകളിലും ഓരോ ഭിന്നശേഷിയെ സഹതാപത്തിൻ്റെയോ ഹാസ്യത്തിൻ്റെയോ നേർപ്പൊടി ചേറ്റ് വിറ്റുകൊണ്ട് വ്യാപാരവൽക്കരിക്കുന്ന സിനിമകളാണ് അദ്ദേഹം മലയാളത്തിൽ ചെയ്തിട്ടുള്ളതൊക്കെ. ഇപ്പം ഇതുപോലെയുള്ള ഇതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണ ഇപ്പോൾ നിങ്ങൾ ഒറ്റ ഉദാഹരണം, ഒരു കൂട്ടം ആളുകൾ ഇത്തരം ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ അക്കാദമികമായ ഗുണനിലവാരത്തെയും സംഭാവനകളെയും കുറിച്ച് പറയുമ്പോൾ ഒരു ഭിന്നശേഷിക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ അയാൾ പ്രചോദനത്തിൻ്റെ മൂർത്തിഭാവവും അതിജീവനത്തിൻ്റെ ഭാവവും ഒക്കെ ആയിട്ട് മാറുകയാണ്. അയാൾക്ക് ഇത്തരം മേഖലയിലുള്ള സംഭാവനകളോ അയാളുടെ ശേഷികളോ ഒന്നുമില്ല.
ഇപ്പം ഞാൻ പിന്നെ ഈ സമയപരിമിതി കൊണ്ട് നിർത്തുകയാണ്, 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഒന്ന്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇന്നും സമൂഹം എന്തെങ്കിലും ചെയ്യുമ്പോൾ സമൂഹം വിചാരിക്കുന്നത് ഇത് ഇത്തരക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രിവിലേജാണ്, ഒരു ഔദാര്യമാണ് എന്നുള്ളതാണ്. നമ്മുടെ ഇൻക്ലൂസിവിറ്റിയെക്കുറിച്ചുള്ള സങ്കല്പവും മനുഷ്യാവകാശത്തിൻ്റെ പരിപ്രേക്ഷ്യവും മനുഷ്യ വൈവിധ്യത്തെക്കുറിച്ചുള്ള ഹ്യൂമൻ വേരിയേഷൻ മോഡലൊന്നും വന്നിട്ടും ഇത് മാറിയിട്ടില്ല. സത്യത്തിൽ നിങ്ങൾ അറിയേണ്ടത്, ഇവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ചെയ്യുന്ന സ്ക്രീൻ റീഡറുകളും ആക്സസിബിലിറ്റി റാമ്പുകളും, വെറും റാമ്പ് ഉണ്ടാക്കൽ മാത്രമല്ല ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോഴും, അതുപോലെ ഹിയറിംഗ് എയ്ഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പണ്ട് ഭുജന്മഭാവം കൊണ്ട് ശപിക്കപ്പെട്ടവരായി ജനിച്ചു എന്ന് ഇന്ത്യയിൽ വിശ്വസിച്ചു പോന്ന നിങ്ങൾ, ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എന്തിനാ ജോലി, നിങ്ങൾക്കൊന്നും പറ്റൂലെങ്കിലും ഭജന ഇരുന്നിട്ട് അടുത്ത ജന്മത്തിലെങ്കിലും നന്നായി ജനിക്കാൻ നോക്ക് എന്ന് ദേവിലാൽജി പണ്ട് ജോലി തേടി വന്ന കാഴ്ചയില്ലാത്തവരോട് പറഞ്ഞതുപോലെ, ശപിക്കപ്പെട്ട വിധിവൈപരീത്യം കൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നു എന്ന് പൊതുവിൽ വിശ്വസിച്ചു പോരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളവരല്ല. ഇവിടെ ജൈവിക അധികാരം ഉപയോഗിച്ച് ഭിന്നശേഷിക്കാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആയിട്ടുള്ള സകലാംഗർ എന്ന് വിശ്വസിക്കുന്നവർ ഏത് സമയത്തും ഒരു ഭിന്നശേഷി ബാധിക്കുന്നവരാവാം. അങ്ങനെയാണെങ്കിൽ ഒരു ടെമ്പററി ഫ്രാക്ചർ വന്നാൽ വേദന ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കേണ്ട, വീൽ ചെയർ പോകുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അത്തരം ഇടങ്ങൾ ലിഫ്റ്റും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ജോലി ചെയ്ത് പോവാം. അതുകൊണ്ട് ഇത്തരക്കാർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ വികസനങ്ങളും സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളാവണം, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സമൂഹത്തിന് ഉണ്ടാവേണ്ടതാവണം. ആ മനോഭാവം വരണം. 2, ഭിന്നശേഷിക്കാര് എല്ലാ അർത്ഥത്തിലും ഉള്ള ആളുകളുണ്ട്. കഴിവ് കൂടിയവരുണ്ട്, കഴിവ് കുറഞ്ഞവരുണ്ടാവാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വ്യത്യസ്തമായ അവസ്ഥയിലുള്ളവരെല്ലാവരും എൻ്റെ പ്രസംഗം കേൾക്കുന്നതോ എന്നെ കാണുന്നതോ ഒരുപോലെയല്ല. അതുകൊണ്ട് സാമാന്യവൽകൃതരായി ഞങ്ങളെ കണ്ടുകൊണ്ട് ഒന്നുകിൽ എന്താ പറയുക, ഒരാൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നുപോയാൽ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നതിനോ, മറിച്ച് ഒരാൾക്കുള്ള സാമാന്യ മികച്ച ശേഷി എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ട് സാമാന്യവൽക്കരിക്കുന്നതിന് പകരം ഓരോരുത്തർക്കും കഴിവ് കുറവും കേടുമുണ്ട്, കഴിവ് കൂടുതലുമുണ്ട്, അവരർഹിക്കുന്ന രീതിയിലുള്ള പിന്തുണയും അവർക്ക് വേണ്ട അനുയോജ്യമായ സൗകര്യം ഒരുക്കി കൊടുക്കൽ, റീസണബിൾ അക്കോമഡേഷനുമാണ് വേണ്ടത്. ഇവിടെ ഭിന്നശേഷിക്കാരുടെ മാനവ വിഭവശേഷിയെ പ്രയോജനപ്പെടുത്തേണ്ടത് ഈ സമൂഹത്തിൻ്റെ മൊത്തം ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യലിനെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിവുണ്ടാവണം. 3-മതായി ഇതും കൂടി പറഞ്ഞ് നിർത്തുകയാണ്. നമ്മളുടെ ഭിന്നശേഷിക്കാർ പൊതുവെ വിലയിരുത്തിപ്പെടുന്നത് സമൂഹത്തിൻ്റെ ഔദാര്യത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കൊണ്ടാന്ന് പറഞ്ഞു വെറും വാങ്ങാൻ അറിയുന്നവർ, എന്നും ഇവർ ചാരിറ്റി കാത്തിരിക്കുന്നവരാണ് എന്ന മനോഭാവം മാറിക്കൊണ്ട് ഇവർക്ക് ഇന്ന് വളരെ വിപുലമായ അർത്ഥത്തിലുള്ള സംഭാവനകൾ നൽകാൻ ശേഷിയുണ്ട്. അതിനുള്ള ഇടമാണ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിവുണ്ടാവുന്ന ഒരു വ്യവസ്ഥ വന്നാൽ മാത്രമാണ് മനോഭാവങ്ങളിലെ വൈകല്യങ്ങൾ മാറുള്ളൂ. വെറും മനോഭാവങ്ങളിലെ വൈകല്യങ്ങൾ മാത്രമല്ല, വലിയ കാര്യങ്ങൾ എഴുതി വെക്കുമ്പോഴും നമ്മുടെ പ്രായോഗികതയിൽ വലിയ പ്രശ്നമുണ്ട്. ഒറ്റ കാര്യം, ഇപ്പോൾ ഭിന്നശേഷി ക്ഷേമ പെൻഷൻ കേരളത്തിലെ എല്ലാ പെൻഷനുകളും ഏകീകരിച്ചു. സത്യത്തിൽ വിധവകൾക്കോ അല്ലെങ്കിൽ 60 വയസ്സായ കർഷക തൊഴിലാളികൾക്കോ കൊടുക്കുന്ന പെൻഷൻ പോലെയല്ല, ജീവിക്കാനുള്ള ലൈഫ് അലവൻസ് ആണ് ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ. അതുകൊണ്ട് മറ്റു പെൻഷനുകൾ ഏകീകരിക്കുമ്പോൾ ഏകീകരിക്കേണ്ട ഒന്നല്ലാതെ അത് RPD ആക്ടിൽ പറയുന്ന 25% ഇല്ലെങ്കിൽ ഒരു ചെറിയ വർധനമെങ്കിലും ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഭിന്നശേഷിത്വം മനുഷ്യ വൈവിധ്യമാണെന്ന തിരിച്ചറിവുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു സിമ്പതിയുടെയോ അല്ലെങ്കിൽ അതിൽ കിടന്ന ഒരു എമ്പതിയുടെയോ ചാരിറ്റിയുടെയോ തലത്തിൽ നിന്ന് ഈ ഒരു വിഷയത്തെ മോചിപ്പിക്കുക, ശാസ്ത്രീയമായ സമഗ്രമായ തീരുമാനങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ അതിൻ്റെ പോളിസി മേക്കിംഗ് ഉണ്ടാവുക, നയരൂപീകരണം ഉണ്ടാവുക എന്നുള്ളതിനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ ഇത്തരം KLF-ൻ്റെ ഒക്കെ ഭാഗമാക്കി നമുക്ക് വെക്കുന്നത്. ഒപ്പം നമുക്ക് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു ഭിന്നശേഷിക്കാരായ ആളുകളുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെപ്പറ്റി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 90% അത് അമ്മമാരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് തോന്നുന്നു. അവരുടെ എല്ലാ ആഘോഷങ്ങളും, അവരുടെ വിദ്യാഭ്യാസവും ജോലിയും ആഘോഷങ്ങളും പൊതു ഇടങ്ങളെല്ലാം റദ്ദ് ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക്
തൻ്റെ വീടകങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന അമ്മമാരെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം നേരിട്ട അമ്മമാരുണ്ട്. അപ്പോൾ സഫ്രീന ഹഫ്സത്ത് നമ്മളോട് ഇരിക്കുന്ന സമയത്ത് വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ആ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്നത്. ഇത്തരം പ്രതിസന്ധികളിലൊക്കെ മറികടന്നുകൊണ്ട് നല്ല വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എത്തുകയും ഒപ്പം തന്നെ ഈ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ പോരാടുകയും ഇപ്പോൾ ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസിൽ ബിരുദം നേടിയിരിക്കുകയാണ്. ഒപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലെ വോളണ്ടിയറായി 7 വർഷമായി ജോലി ചെയ്യുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ മുന്നോട്ട് പോയ ഒരു സംസ്ഥാനം തന്നെ നമുക്ക് കേരളത്തെ ഈ വിഷയത്തിൽ പറയേണ്ടി വരും. നമ്മൾ പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്, പരിമിതികൾ ഒരുപാടുണ്ട്. എന്നാൽ പോലും എങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടെങ്കിലും ആ തരത്തിലൊരു ആക്സസ് കിട്ടുന്ന രൂപത്തിലേക്കാണോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്? എന്തൊക്കെ പ്രയാസങ്ങളാണ് ഈ ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സും ഫിസിക്കൽ ബാരിയേഴ്സും അത്തരം മറ്റ് ആക്സസുകൾക്കുള്ള പ്രയാസങ്ങളൊക്കെ വെച്ചുകൊണ്ട് മാഡം സംസാരിക്കും? ആദ്യമായി ഞാൻ ഇപ്പോൾ ഷീബ ടീച്ചർ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ റീസെൻ്റ്ലി മാസ്റ്റേഴ്സ് കഴിഞ്ഞത് ഞാൻ ഇപ്പം IPM ഒരു വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വെച്ചാൽ ഞാൻ കുറേ പ്രിവിലേജ്ഡ് ആണ്. കാരണം എനിക്ക് അത്രയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ വീട്ടുകാരായിക്കോട്ടെ, എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, പിന്നെ എന്നെ പുറത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ ഡോക്ടർ സുരേഷ് കുമാർ IPM ഫൗണ്ടർ ഡയറക്ടറാണ്. ഇപ്പോൾ ഞാൻ ആദ്യം മോൻ ജനിച്ചത് 2006 എൻ്റെ ഏർലി 20s മോൻ പ്രസവിച്ച സമയത്ത് തന്നെ പ്രസവത്തിൻ്റെ ഒരു സങ്കീർണത മൂലമാണ് അവൻ ഭിന്നശേഷിയുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഡെവലപ്മെൻറ്റ് സെൻറ്റർ പോലും കൃത്യമായിട്ടില്ലായിരുന്നു. ഇവിടെ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയായിരുന്നു കോഴിക്കോട്. ഡോക്ടർ രോഷൻ്റെ CRCയിലും പിന്നീടാണ് വന്നത്. ആ സമയത്ത് ആദ്യത്തെ 6 മാസം ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു പൊതുവേ ഒരു കുട്ടി ഭിന്നശേഷിക്കാരനാണെന്ന് അറിയുന്ന സമയത്ത് തന്നെ മാതാപിതാക്കൾ വല്ലാത്തൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. ഭയങ്കര ഒരു വല്ലാത്തൊരു ഇപ്പോഴും എനിക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സമയമാണത്. ആ സമയത്ത് ആകെ നമ്മൾ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഉണ്ട്. പക്ഷെ അത് ഒന്നും കൃത്യമായിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഭാഗത്തു നിന്നായിക്കോട്ടെ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ. എൻ്റെ മോന് ഇതിൻ്റെ കൂടെ ഒരു അപസ്മാരത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്നിലും ഒരു മാറ്റവും വരുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതേപോലെ റീഹാബിലിറ്റേഷൻ ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷൻ തെറാപ്പി പോലത്തെ റീഹാബിലിറ്റേഷൻ തുടങ്ങണം, ഒന്നും ആരും പറയുന്നില്ല. സത്യം പറഞ്ഞാൽ മോൻ 6 മാസമുള്ള സമയത്താണ് ഈ റീഹാബിലിറ്റേഷൻ തുടങ്ങിയത് തന്നെ. അന്നിവിടെ ഒരു സ്കാറ്റേഡ് ആയിരുന്നു. മെഡിക്കൽ കോളേജിൽ ഫിസിയോതെറാപ്പി ഉണ്ട്, കുറച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലുണ്ട്. പക്ഷേ ഒന്നും എവിടെയും കിട്ടുന്നില്ല. കൃത്യമായി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു രൂപയില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് കുറേ ഞാൻ സ്ട്രഗിൾ ചെയ്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത്. ആ ഒരു സൗകര്യമുണ്ട് എനിക്ക് പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി. ഞാൻ സത്യം പറഞ്ഞാൽ പോകുന്നത് തന്നെ അവിടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ ബാക്കി കുടുംബാംഗങ്ങൾ, എൻ്റെ സഹോദരങ്ങളിൽ അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ കുവൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. എപ്പോഴും നമ്മളെ ഇന്ത്യനെ ഒരു ഡെവലപ്ഡ് കൺട്രിയും ഡെവലപ്പിംഗ് കൺട്രിയും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യത്തിൽ. എനിക്ക് ആ കാര്യത്തിൽ മോന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടി, നല്ലൊരു റീഹാബിലിറ്റേഷൻ കിട്ടി. മോന് എന്താ പറയുക, മോനൊരു സ്റ്റേബിളായി അവൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും, അവനെ എങ്ങനെയെല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. മോന് 90% ഡിസേബിൾഡ്, മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി ഉണ്ട്. അവൻ സെറിബ്രൽ പാൾസിയാണ്, അവന് വിഷ്വലി ഇപ്പം ഫിസിക്കലി ചാലഞ്ച്ഡാണ്, വർത്താനം സംസാരിക്കാനില്ല, പിന്നെ അവന് ഇൻ്റലക്ച്വലി ഡിസേബിൾഡാണ്. അപ്പം അങ്ങനത്തെ ഒരാൾ വീൽ ചെയർ ബൗണ്ടാണ്. 24 മണിക്കൂറും അവൻ്റെ സംരക്ഷണത്തിൽ ഒരാളെപ്പോഴും അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഭക്ഷണം പോലും നമ്മൾ കൊടുക്കണം. കൂടാതെ അവൻ്റെ ഈ അവസ്ഥേൻ്റെ കൂടെ അവന് ഈ അവസ്മാരത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം 24/7 അവന് കെയർ പ്രൊവൈഡ് ചെയ്യണം. ശരിക്കും ആ സമയത്ത് മോന് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്, മോൻ്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ അതേപോലെ ഞാൻ ഒരു അമ്മ എന്നുള്ള നിലയിൽ നമ്മൾ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്കൊരു സോഷ്യൽ ലൈഫ് ഉണ്ടാവില്ല, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ആരെയും കാണുന്നില്ല, കൃത്യമായിട്ട് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റൂല. മോൻ ഉറങ്ങുന്നതിൽ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഉറങ്ങാൻ പറ്റൂല. എപ്പോഴും കുട്ടികളെ കൂടെ തന്നെ ഇരിക്കുക എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാം ഡിസ്കസ് ചെയ്തു. ഡോക്ടർ റോഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അമ്മമാരുടെ കാര്യം എപ്പോഴും നമ്മൾ നെഗ്ലക്റ്റഡ് ഏരിയ എന്ന്, അമ്മമാരൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരിക്കലും ആരും അത് ചിന്തിക്കലില്ല. എപ്പോഴും നമ്മളൊരു നാട്ടുനടപ്പനുസരിച്ച് എപ്പോഴും ഒരു കുട്ടി ഉണ്ടായാലും പൊതുവേ ഈ പാരൻറ്റിങ്ങിൽ എപ്പോഴും അമ്മമാരായിരിക്കും കെയർ ഗീവേഴ്സ് ആവുന്നത്. കുട്ടി ഭിന്നശേഷിയും കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ അമ്മമാർ ഇപ്പോൾ ജോലി ചെയ്യുന്നത് അവരാണ്, ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അവനെ പഠിത്തം അവസാനിപ്പിക്കുന്നു. പിന്നെ അവരെപ്പോഴും കെയർ ഗിവറായിട്ട് മാത്രം മുന്നോട്ടേക്ക് പോകുന്നൊരവസ്ഥയായിരിക്കും. പക്ഷേ ഈ അമ്മമാർ ഈ കെയർ ഗിവിങ് എന്ന് പറഞ്ഞ സാധനം അമ്മമാർ ഉത്തരവാദിത്വം തന്നെയാണ്. അതേപോലെ അവരൊരു മനുഷ്യരാണ്, അവർക്കും കുറേ ബുദ്ധിമുട്ടുകളുണ്ട്.
ആരും സൂപ്പർ ഹ്യൂമനോ അല്ല, എല്ലാവരും മനുഷ്യർ തന്നെയാണ്. അപ്പം നമ്മളും ഒരു മനുഷ്യന് വേണ്ട ഒരു കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സോഷ്യൽ ലൈഫ്, എന്തെങ്കിലും ഒരു പൊതു പരിപാടികൾ പങ്കെടുക്കുക, വീട്ടിൻ്റെ പുറത്തേക്ക് പോവാം, അല്ലെങ്കിൽ ആരെങ്കിലും കാണുക, ഒന്നും പറ്റൂല. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക. മോന് 10 വയസ്സാകുന്നവരെ ഞങ്ങൾക്ക് വീട്ടിലായിരുന്നു. വീട്ടിൽ തന്നെ മോൻ്റെ കാര്യങ്ങൾ നോക്കിയിരിക്കുക. അപ്പം മറ്റു കുട്ടികളുണ്ടാകുന്ന സമയത്ത് ഇപ്പം അവരെ പരിചരണം എല്ലാം കുറേ ഭയങ്കര വെല്ലുവിളികളുണ്ടാവും. നമുക്ക് 2 കുട്ടികളെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ, എന്തോ എൻ്റെ ഈ പ്രിവിലേജ് കൊണ്ട് ഞങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റി, ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര അമ്മമാർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും. കാരണം നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഒരു കെയർ സിസ്റ്റം ഇല്ല സത്യം പറഞ്ഞാൽ. ഒരു പകൽ ഒരു എന്താ പറയുക, ഒരു ഡേ കെയർ പോലത്തെ സ്ഥലം, അല്ലെങ്കിൽ കുറച്ച് പ്രായമായ കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇപ്പോഴും നമുക്കൊരു ഗവൺമെൻറ്റിൽ ഇല്ലാത്തൊരു സാധനമാണ്. അതേപോലെ അമ്മമാരെ ഇപ്പം എന്താ കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഒരു ഭാരിച്ചൊരു ഉത്തരവാദിത്തം മാത്രം ഇപ്പോൾ ഫിനാൻഷ്യലി ആയിക്കോട്ടെ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. കാരണം ഫിസിയോതെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി, ഈ റീഹാബിലിറ്റേഷൻ്റെ പ്രശ്നം. ഇപ്പോൾ ഓക്യുപ്പേഷൻ തെറാപ്പി എന്നെല്ലാം പറഞ്ഞാൽ കോഴിക്കോട് ഇപ്പോഴും വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. ഡോക്ടർ റോഷൻ അറിയാൻ പറ്റുമായിരിക്കും. ഭയങ്കരമായിട്ട് ആൾ കുറഞ്ഞൊരു മേഖലയാണ്. അപ്പോൾ ഇവരെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ കിട്ടാൻ കുറേ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അപ്പം അതൊന്നും അത്ര ആക്സസിബിൾ ആവാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞത് ഇതെല്ലാം ഒരു ഔദാര്യത്തിൽ അവരുടെ അവകാശമാണ്. ഇതെല്ലാം അവർക്ക് ഒരു റീഹാബിലിറ്റേഷൻ കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് സാധാരണക്കാരെ പോലെ ജീവിക്കാൻ പറ്റുക എന്നുള്ള. അപ്പോൾ അതൊന്നും അവർ ട്രീറ്റ്മെൻറ്റ് വൈസ് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം സ്വതവേ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്ത സാഹചര്യത്തിൽ കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്തേ പറ്റും. അപ്പോൾ അതെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് തന്നെ എടുക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ബർഡൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അമ്മമാർക്ക് ജോലിക്ക് പോകാനും പറ്റൂല. അപ്പോൾ അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ ഭയങ്കര കുറവാണ്. അപ്പോൾ അതേപോലെ ഇപ്പം നമ്മൾ പ്രൈവറ്റായിട്ട് പോകണം, അവർ കുറേ ചാർജ് ചെയ്യും. ഇപ്പോൾ നമ്മളെ കുറേ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഒന്നും കൂടെ ഒരു സിസ്റ്റമാറ്റിക് ആവണം. കുറേ എന്താ പറയുക, നമ്മളിപ്പോൾ ഭിന്നശേഷിക്കാർ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഓരോ എന്ത് ഇൻ്റർവെൻഷൻസ് ആയാലും അത് കൃത്യമായി അവർക്ക് ആക്സസിബിലിറ്റി കിട്ടുന്നുണ്ടോ, അത് അഫോർഡബിൾ ആവുന്നുണ്ടോ, അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ള ഒരു ഇതിലും കൂടെ നോക്കണം. അതേപോലെ നമ്മളിപ്പോൾ സ്ട്രക്ചറൽ ബാരിയറിനെ പറ്റി പറയുന്നത്, ഇഷ്ടംപോലെ റാമ്പ് ഉണ്ട്. ഇപ്പം മോന് ചെറിയ സമയത്തൊന്നും ഇല്ലായിരുന്നു റാമ്പ് സത്യം പറഞ്ഞാൽ. പക്ഷെ ഇപ്പം റാമ്പ് വന്നിട്ടുണ്ട് പല റാമ്പും. പക്ഷെ എത്രമാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഇതുള്ള കാര്യം. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളിവിടെ സൗത്ത് ബീച്ചിലൊരു റാമ്പ് ഉണ്ട്. ഒരു മോന് ബീച്ച് ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മളിടക്കലും അവനെ പുറത്ത് കൊണ്ടുവരും. അപ്പം കൊണ്ടുവരുന്ന സമയത്ത് ബീച്ചിലേക്ക് 2 പ്രാവശ്യം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ റാമ്പിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് പാർക്ക് ചെയ്ത് പോകുന്നത്. ഇത്രയും ആൾക്കാരൊരു മനോഭാവത്തിൻ്റെ പ്രശ്നം. അവർ അത്ര കൂടി ചിന്തിക്കുന്നില്ല ഈ റാമ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാന്നുള്ളത്. അപ്പോൾ അതേപോലെ നമ്മൾ കുട്ടികളുടെ ഓരോ ഐഡൻറ്റിറ്റി കാർഡ്, നമ്മൾ ആധാർ മുതൽ എല്ലാ ഐഡൻറ്റിറ്റി കാർഡും ബയോമെട്രിക്സ് ഉണ്ട്. അതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ളൊരു കുട്ടീനെയും കൊണ്ട് നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ആധാർ കാർഡ് എടുക്കുക. പല അക്ഷയ സെൻറ്ററും 1-ാം നിലയിലോ അല്ലെങ്കിൽ 2-ാം നിലയിലോ ആയിരിക്കും, ചിലത് മാത്രമേ താഴെ ഉണ്ടാവും. അപ്പോൾ ഹോം കെയർ സർവീസ് ഉണ്ട് ആധാർ കാർഡിന്, പക്ഷേ അവരെ കാത്തിരിക്കണം. പിന്നെ വീട്ടിൽ വന്നാൽ ഈ ബയോമെട്രിക്സ്, ഇപ്പോൾ എൻ്റെ മോനെ പോലെ ഇപ്പം കണ്ണ് വിഷ്വലി ചാലഞ്ചഡ് ആയ ആൾക്കാർക്ക് ഐറിസിൻ്റെ ഒരു വിസിബിൾ അല്ലെങ്കിൽ അതിന് വേവർ ഉണ്ട്. പക്ഷേ മോനെ സംബന്ധിച്ച് മോൻ്റെ കണ്ണ് വൃത്തിയിലുണ്ട്, ഫിസിക്കലി അവിടെ ഉണ്ട്. അപ്പോൾ അവനത് അതിലൊരു വേവർ കിട്ടൂല, ഫിംഗർ പ്രിൻറ്റ് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു ഇപ്പം മോനെ പോലത്തെ ബിഹേവിയറൽ ഇഷ്യൂസുള്ള കുട്ടികളെല്ലാം ഒരു ആധാർ കാർഡ് എടുക്കാൻ ഭയങ്കര ചാലഞ്ചിങ് ആണ്. അതേപോലെ പാസ്പോർട്ട് പോലത്തെ നമ്മൾ അങ്ങ് ബയോമെട്രിക്സ് പോർട്ടബിൾ ഇല്ല, നമ്മൾ അങ്ങോട്ട് പോയിട്ട് എടുക്കുക. അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ അതേപോലെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുക. ഇതെല്ലാം എന്താ കുട്ടികളുടെ തിരിച്ചറിയൽ കാർഡ് എപ്പോഴും ഒരു ഹോം കെയർ സർവീസ് എന്നുള്ള ലെവലിലാക്കുന്നത് എപ്പോഴും നമ്മൾ പറഞ്ഞ അവരെ സമൂഹത്തിനൊപ്പം ചേർത്തുക എന്നുള്ളതിനുള്ളൊരു ബേസിക് സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ആ കാര്യം അങ്ങനത്തെതെല്ലാം. അതേപോലെ മെഡിക്കൽ ഇൻഷുറൻസ്, ഈവൻ പ്രൈവറ്റ് ഇൻഷുറൻസ് പോലും ഡിസേബിൾഡായ കുട്ടികൾക്കില്ല, അവർ എക്സ്ക്ലൂഡാണ്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ എനിക്ക് 2 കുട്ടികളാണ്. മോള് എലിജിബിളാണ്, പക്ഷെ മോൻ എലിജിബിൾ അല്ല. നമ്മൾ ഈ ഇൻക്ലൂഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ വരുന്നവരും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരും. കാരണം നമ്മൾ കേരളം എപ്പോഴും ഒരു അഹങ്കരിക്കുന്നൊരു കാര്യമുണ്ട്. ഹെൽത്ത് ഇൻഡെക്സിൻ്റെ കാര്യമായിക്കോട്ടെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കാര്യമായിക്കോട്ടെ, കേരളം നാഷണൽ ലീഡ്. കേരളത്തിൻ്റെ ഈ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നമുക്കൊരിക്കലും എന്താ പറയുക ചിന്തിക്കാനേ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ
ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ എനിക്ക് കുറേ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ഓഫീസേഴ്സിൻ്റെ സ്ഥാനത്ത് നിന്നും ചില കാര്യങ്ങൾ നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് അവരൊരു എന്താ പറയുക മനോഭാവം, നിങ്ങളെന്തിനാ ഈ കുട്ടീനെ കൊണ്ട് എങ്ങനെയാണ് പോകാമെന്നുള്ള ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ മോൻ്റെ ഒരു പാസ്പോർട്ടിൻ്റെ റിന്യൂവേഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു 2 കൊല്ലം മുന്നേ. കോവിഡിൻ്റെ പീക്കായിരുന്നു. മോന് വാക്സിനേഷൻ കിട്ടി. അന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ ഇല്ലായിരുന്നു, വാക്സിനേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ മോനെ കൊണ്ടുവരണം എന്നുള്ള പറഞ്ഞു. ഈ പോർട്ടബിൾ സിസ്റ്റം ഇല്ല, നമ്മളെന്താ ഹോം കെയർ സർവീസിൽ നമ്മൾ വീട്ടിലേക്ക് അങ്ങോട്ട് ഓഫീസിലേക്ക് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസിൽ റാമ്പില്ല. പിന്നെ അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു എങ്ങനെ അവനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. കാരണം കോവിഡിൻ്റെ പീക്കാണ്. പിന്നെ കൊണ്ടുവരാൻ കൂടെ എപ്പോഴും ഒരാൾ വേണം. വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഭർത്താവ് പുറത്തായിരുന്നു. പിന്നെ അപ്പം ഓഫീസർ എന്നോട് തിരിച്ച് ചോദിച്ച ചോദ്യം എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ചോദ്യം, ഈ കുട്ടീനെ നിങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് ട്രാവൽ ചെയ്യാൻ, കോഴിക്കോട് നിന്ന് പാസ്പോർട്ട് ഓഫീസിലേക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരു കുട്ടീനെ നിങ്ങളെങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നുള്ളത്. ഇത്രയും നമ്മൾ എന്താ പറയുക സോക്കോൾഡ് വിദ്യാഭ്യാസമുള്ള എല്ലാത്തിനെ പറ്റിയും ഇത്രയും അറിവുള്ള ഒരാളെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു വികലത എന്ന് പറഞ്ഞാൽ ശരിക്കും അതിപ്പോഴും നമുക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെന്താ പറയുക എപ്പോഴും നമ്മൾ സ്വന്തം അഹങ്കരിക്കും, നമ്മൾ ഇത്രയും മുന്നിലാണ്, നമ്മൾ എന്താ പറയുക എല്ലാ തരത്തിലും നമ്മൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്ന് പറയുമെങ്കിലും എപ്പോഴും ഭിന്നശേഷിക്കാരെ കാര്യം വരുമ്പോൾ എപ്പോഴും അതൊരു ഔദാര്യമായിട്ട് തന്നെ മാറുന്നത്. ഒരിക്കലും അവരൊരു അവകാശ സംരക്ഷണം എന്നുള്ളൊരു പോയിന്റിലേക്ക് ഒരിക്കലും വന്നിട്ടുമില്ല, ഇനി വരും എന്ന് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇപ്പോൾ രതീഷ് സാറിൻ്റെയും ഡോക്ടർ റോഷനിലും പറയുന്നതിൽ കുറേ പ്രതീക്ഷയുണ്ട് നിങ്ങളെല്ലാം ഇതിലുള്ളത് കൊണ്ട്. പക്ഷേ എപ്പോഴും ഒരു വിഷമം എപ്പോഴും ഉണ്ട്. കാരണം പാരൻസിൻ്റെ കാര്യം, പ്രത്യേകിച്ച് അമ്മമാരൊരു കാര്യം കൂടെ എപ്പോഴും ഇത് ഇതിൽ ഭിന്നശേഷിക്കാരെ കൂടെ തന്നെ അമ്മമാരെയും കൂടെ ചേർത്ത് നിർത്തണം എന്നുള്ളൊരു ഇതും കൂടെ. സഫ്രീനെ സ്റ്റോപ്പ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ പ്രയാസമുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് കേൾക്കാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പ്രശ്നമാണ്. എന്തു തന്നെയായാലും ഭിന്നശേഷിക്കാരായ ശാരീരികമായ മാനസികമായ പരിമിതികൾ നേരിടുന്നവരുടെ ക്ഷേമകാര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ സെഷനിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇവരെ ശ്രവിച്ച എല്ലാവർക്കും ഇത് മനസ്സിലേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവരിലേക്കൊക്കെ പ്രസരിപ്പിക്കാൻ കൂടി കഴിയണം. അപ്പോൾ മാത്രമാണ് നമ്മൾ എന്താണോ ഈ സെഷനിൽ ഉദ്ദേശിച്ചത് അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമുക്ക് ഓഡിയൻസിന് ഒന്ന് സംസാരിക്കാനുള്ള അവസരമാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. 30 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഭിന്നശേഷി, അതായത് മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്ന എൻ്റെ മകൾ, അവളുടെ അച്ഛനാണ് ഞാൻ. ജനിച്ച അന്ന് മുതൽ പല സ്ഥലത്തുനിന്ന് നമുക്ക് വെളിച്ചം കിട്ടാറുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ലെവലിൽ ഇന്ന് വരെ പല ഓഫീസുകളിൽ ചെന്നാലും നമുക്ക് നീതി കിട്ടാറില്ല. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി റെയിൽവേയിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു പാസിന് ഒരു ഡോക്ടറെ അടുത്ത് പോയി, ഞങ്ങളുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ. ആ ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി കഴിഞ്ഞു പോയിന്ന്. അദ്ദേഹത്തിന് അറിയില്ല. ആ സർട്ടിഫിക്കറ്റിന് അവളുടെ ജീവിതാന്ത്യം വരെ വാലിഡിറ്റി ഉണ്ടെന്ന് അവർക്കറിയില്ല. പഞ്ചായത്ത് ഓഫീസ് മുതൽ ഇന്ത്യൻ പാർലമെൻറ്റ് വരെ എനിക്ക് അപകടം നേരിട്ടിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ പുറകെ പട്ടാളക്കാർ തോക്കും പിടിച്ചോടിയിട്ടുണ്ട് അവൾക്ക് വേണ്ടി. ഇത് വലിയ ദുരനുഭവമാണ്. ഇന്ത്യ രാജ്യത്ത് നിയമങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്. ഇന്ത്യൻ ഭരണഘടന 14, 15, 16 വകുപ്പുകൾ തുല്യത വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടുത്തെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും അത് കൈക്കൊള്ളുന്നില്ല. അവൾ കേൾക്കുന്നില്ല, അറിയുന്നില്ല. ഇപ്പോഴും ഭിന്നശേഷിക്കാർ അവരുടെ കണ്ണിൽ എന്താ പറയുക, പുല്ലാണ്, വെറും പുല്ലാണ്. പല അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുന്നത്. സുപ്രീം കോടതി വരെ പോയി. ഇപ്പോൾ അടുത്താണ് നവംബർ 4 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DV ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത് അറിയോ? പ്ലീസ്, സമയമില്ല, ഞാൻ ഒന്ന് വായിക്കാം പ്ലീസ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, the court asked the government to enable the creation of public and private spaces, services and products of a universal design which could be accessed by everyone. Inclusion should be integrated into the design process from the start, it says. Emotional needs such as privacy and self-pleasure are often overlooked, leaving disabled individuals without private spaces to express their needs. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു കേസുണ്ട്. 3 വർഷമായി തുടരുന്നു ആ കേസ്. ഇന്ത്യൻ റെയിൽവേയിൽ എൻ്റെ മകളെ കയറ്റി, എൻ്റെ മകളെ അമ്മേനെയും നിൽക്കാൻ വയ്യാത്ത, ഇരിക്കാൻ വയ്യാത്ത, മോളെ നടക്കാൻ വയ്യാത്ത മകളെ കയറ്റി റെയിൽവേ വണ്ടി വിട്ടു. ആ കേസ് ഞാൻ കൊടുത്തിട്ട് 3 വർഷമായി. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴും നീട്ടിക്കൊണ്ടുപോവാണ് പലതരത്തിലുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞ്. എനിക്കറിയില്ല എന്താവുമെന്ന്. പലതരത്തിൽ പാവങ്ങൾ എന്ത് ചെയ്യും? സമ്പത്തൊരു വലിയ ഘടനയാണ്, ഒരു ഫാക്ടറാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ ജീവിപ്പിക്കാൻ. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ മന്ത്രാലയം തന്നെ വേണം ഇവർക്ക് വേണ്ടി. ആരോഗ്യ മന്ത്രാലയം പോലെ, സാമൂഹ്യ സുരക്ഷ പോരാ, സ്പെഷ്യൽ മന്ത്രാലയം തന്നെ ഇന്ത്യയിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വേണമെന്നൊരു അപേക്ഷ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.
അല്ല, ഇത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എൻറ്റയർ പാരൻറ്റ് ഫാമിലി ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ കാണുന്നു. തീർച്ചയായിട്ടും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനിയും ഗുണപരമായ മാറ്റത്തിലേക്ക് തന്നെയാണ് പോകുക. കാരണം പലപ്പോഴും ആളുകൾ അവെയർ അല്ലാത്തത് ഒരു വിഷയമാണ്. അപ്പോൾ റാമ്പുകൾ ശരിക്കും ഹൃദയങ്ങളിൽ തന്നെയാണ് ഇടേണ്ടത്. അത് ആ ഒരു ആറ്റിറ്റ്യൂഡനൽ വിഷയമാണ്. പല ഉദ്യോഗസ്ഥരും ഒക്കെ ഇത് മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതാണ്. അപ്പോൾ അതെ, അപ്പോൾ പല രീതിയിൽ അതിങ്ങനെ മാറ്റം വരും എന്ന് തന്നെ ഇതെല്ലാം അതിൻ്റെ വലിയ സൂചികകളാണല്ലോ. വിൽ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സഫ്രീനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതിനോട് ഒരു ചെറിയ കമൻറ്റ്. ഇപ്പോൾ വാതിൽപ്പടി സേവനം നൽകണമെന്ന് നിർബന്ധമായും നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ലഭ്യമാക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് ഉണ്ടാകേണ്ടുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. എന്നാൽ വലിയൊരു ശതമാനം ആളുകൾ അങ്ങനെ അല്ലാത്തവരുമുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഒരേപോലെ കുറ്റപ്പെടുത്തേണ്ടതില്ല. ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അനുഭവങ്ങൾ വലുതാണ്. ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാ ഉദ്യോഗസ്ഥർക്കും എങ്ങനെയാണ് ഭിന്നശേഷി സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ പരിശീലനവും ഓറിയൻറ്റേഷനും കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. കുറേ ഏറെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. പക്ഷേ എല്ലാവരിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തിക്കാനുള്ള ശ്രമം തുടരും. സമയക്കുറവ് കൊണ്ട് മാത്രം ഇവിടെ നിർത്തുകയാണ്. ഈ ചർച്ച അവസാനിക്കുന്നില്ല. നമ്മൾ എത്തുന്ന എല്ലാ തലങ്ങളിലേക്കും ഈ ചർച്ചയെ വ്യാപിപ്പിക്കാൻ ഇതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്കാവണമെന്ന് മാത്രം പറയുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പാനലിസ്റ്റുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.